അലിഫ് മീം. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്. അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ, അതായത് സൂക്ഷ്മത പാലിക്കുന്നവർ. അവരുടെ നാഥൻ കാണിച്ച നേർവഴിയിലാകുന്നു അവർ. അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു. അവർ വിശ്വസിക്കുന്നതല്ല. അവരുടെ മനസ്സുകൾക്കും കാതിനും അല്ലാഹു മുദ്ര വച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികളിന്മേലും ഒരു മൂടിയുണ്ട്. അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അല്ലാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. അവരുടെ മനസ്സുകളിൽ ഒരു തരം രോഗമുണ്ട്. തന്നിമിത്തം അല്ലാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഫലമായി വേദനയേറിയ ശിക്ഷയാണ് അവർക്കുണ്ടായിരിക്കുക. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്നവരോട് ആരെങ്കിലും പറഞ്ഞാൽ, ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ. പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. ഈ വിശ്വാസം എന്നുള്ളത് മനുഷ്യന്റെ ഹൃദയത്തില് പതിഞ്ഞു പോയതാണെങ്കിലും, പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ, നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങളെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുന്നത്. ആത്മീയപരമായ അറിവുകൾ പലർക്കും പലതരത്തിലാണ്. ഈ ആത്മീയമായ അറിവ് എന്ന് പറയുമ്പോൾ മതഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചിരിക്കുന്ന അറിവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും മുസൽമാനായാലും അവർക്കൊക്കെ ഓരോ ഗ്രന്ഥങ്ങളുണ്ട്. അവരെല്ലാവരും അതിൽ നിന്ന് എന്തൊക്കെയോ പഠിച്ചിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും നടന്നുപോയ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ചരിത്ര കഥകളും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സൂക്ഷ്മതകളും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ പല വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഈ ഗ്രന്ഥങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ബൈബിളായിട്ടും ഖുർആനായിട്ടും മഹാഭാരതമായിട്ടും രാമായണമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പലരും ഇത് പൂർണ്ണമായിട്ടും പഠിച്ചവരല്ല, ഈ പറയുന്ന ഞാനടക്കം. ആരും പൂർണ്ണമായിട്ടും മഹാഭാരതം വായിച്ചിട്ടില്ല. ആരും ഖുർആൻ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല. ആരും ബൈബിള് മുഴുവനായിട്ടും പഠിച്ചിട്ടില്ല. അഥവാ പഠിച്ചത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പണ്ഡിതന്മാരായിരിക്കും. പണ്ഡിതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പകാലത്ത് വീട്ടിൽ നിന്ന്
അത്തരം വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞയച്ച ആളുകൾ അവരത് പഠിക്കുകയാണ്. അപ്പൊ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ഒരു പള്ളിയിൽ അച്ഛനാകണമെന്ന് ആഗ്രഹിക്കുന്നു, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവനിക്ക് കിട്ടുന്ന അറിവ് ബൈബിളിൽ നിന്നാണ്. അതുപോലെയുള്ള അവരുടെ പല ഗ്രന്ഥങ്ങളും ഉണ്ടായിരിക്കാം. ഒരു മുസ്ലിമായ ഒരാള് പുരോഹിതനാകണമെങ്കിൽ അവൻ ഖുർആനും ഹദീസും ഒക്കെ എടുത്തുകൊണ്ടിട്ടാണ് അവനും പഠിക്കുന്നത്. അങ്ങനെ ഏതൊരു ആളും അവരവരുടേതായ ഒരു പഠനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിലൂടെ ഒരു ജോലി, എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഒരു ജോലി. സത്യത്തില് സാലറി വാങ്ങിക്കുന്ന എന്ത് കാര്യവും ജോലിയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഒരാളൊരു സ്ഥലത്ത് പോയി പണിയെടുക്കുമ്പോൾ എനിക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ ജോലി എന്നേ പറയാൻ പറ്റുള്ളൂ. പള്ളിയിലും ആൾക്കാരൊക്കെ ഉണ്ട്, മുസ്ലിയാക്കന്മാര് ജോലി, എനിക്ക് അവര് ജോലി ചെയ്യുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ പള്ളിയിലെ സാലറി പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ പള്ളിയിൽ നിന്ന് അപ്പൊ തന്നെ സ്ഥലം വിടും, അടുത്ത സാലറി കിട്ടുന്ന സ്ഥലം നോക്കി പോകും. അപ്പൊ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നന്മ പറയുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നന്മ പ്രസംഗിക്കുന്നവരുണ്ട്. അങ്ങനെ പല തരത്തിലും പല രീതിയിലും ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആരെയും വിമർശിക്കാനോ പ്രയാസപ്പെടുത്താനോ പറയുന്നതല്ല. കാരണം എല്ലാവരും ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ ചരിത്രങ്ങളിലെല്ലാം ഓരോ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഓരോ ആളുകളുടെയും ഇടയിലേക്ക് ഓരോ കാലഘട്ടത്തിലും അവരവരുടേതായ കാലഘട്ടത്തിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ഓരോ സന്ദേശങ്ങളുമായി കടന്നു വന്ന പ്രവാചകന്മാരുണ്ട്. അത് ആ കാലത്തിന്റെ സന്ദേശമാണ്. രാജഭരണം നടക്കുന്ന കാലത്ത് സന്ദേശവുമായി വന്നവരും അങ്ങനെ പല അവസ്ഥകളിൽ സന്ദേശങ്ങളായിട്ട് എത്തുമ്പോൾ ആ അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് പലരും കടന്നുപോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിവ് ഏതെങ്കിലും ഒരു മദ്രസയിൽ പോയി ഒരാളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ആ അറിവേ ഉള്ളൂ, അവനത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന അറിവുകൾ വെച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകുന്നു. ഒരു ഹിന്ദു ആണെങ്കിലും അവനും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പൂർണ്ണതയില്ലാത്ത അറിവിന്റെ ആളുകളാണ് വിശ്വാസികളായ ആളുകളെല്ലാവരും. അപ്പൊ അതിൽ പൂർണ്ണനായ ഒരു പുരോഹിതൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പൂർണ്ണതയില്ലാത്തവൻ അവിടെ ഉത്തരം മുട്ടുന്നു. രണ്ട് പൂർണ്ണതയുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോഴാണ് എപ്പോഴും ഒരു കാര്യത്തിന്റെ പരമമായ സത്യം വെളിവാകുന്നത്. ഇപ്പൊ ഞാൻ എല്ലാ സ്ഥലങ്ങളും പൊതുവെ സന്ദർശിക്കാറുണ്ട്. എന്റെയൊക്കെ ഒരു പ്രധാന ഇഷ്ടമെന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തെയും വെള്ളത്തിന്റെ വ്യത്യാസം പോലെ, ഇപ്പൊ കുളത്തിൽ ഉള്ള വെള്ളം, പുഴയിലെ വെള്ളം, സമുദ്രത്തിലെ വെള്ളം, ഓരോ വെള്ളത്തിനും വ്യത്യാസങ്ങളുണ്ട്. എല്ലാം വെള്ളം തന്നെയാണ് പറയുന്നത്. അപ്പൊ വെള്ളത്തിന്റെ വ്യത്യാസങ്ങൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പൊതുവെ ഒറ്റ വാക്കിൽ പറഞ്ഞു വെള്ളം. അപ്പൊ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, കുളത്തിലെ വെള്ളം, കിണറിലെ വെള്ളം, പൈപ്പിലെ വെള്ളം, അങ്ങനെ വെള്ളങ്ങൾ തന്നെ വേർതിരിക്കപ്പെട്ടു. പൈപ്പിലൂടെ വരുന്ന വെള്ളം ക്ലോറിൻ കലർന്നതാണ്. പക്ഷെ കിണറിൽ നിന്നെടുക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ പറയുന്നതാണ് ശുദ്ധമാണെന്ന്. പക്ഷെ അതിന്റെ ശുദ്ധതയോ അശുദ്ധിയോ നമ്മളെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല. നമ്മൾ വിശ്വസിക്കുകയാണ് കിണർ വെള്ളം നല്ലതാണ്. അങ്ങനെ നമ്മുടെ വിശ്വാസങ്ങളാണതല്ല. എടുത്ത് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ അത് കുഴപ്പമായിരിക്കും. അങ്ങനെ എല്ലാത്തിനെയും എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാത്തിലും ഓരോ കുഴപ്പങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പൊ പൂർണ്ണതയില്ലാത്തവര് അത് കണ്ടുപിടിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ യൂട്യൂബില് കുറെ ആളുകള് മതപരമായ വിഷയങ്ങളെ കുറിച്ച് ഭയങ്കര ക്ലാസ്സുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്നവരൊക്കെ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പാതി അറിവുള്ളവരാണ്, പൂർണ്ണമായ ഒരറിവുള്ളവനല്ല. കാരണം അവനൊരു ആവേശം കൊണ്ട് ചോദിച്ചു പോകണം, കാരണം അവന് മുസ്ലിമാണ്. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഇവർ പറയണ കേൾക്കുമ്പോ അവനിക്കൊരു ടെൻഷൻ വരും, അവൻ ആവേശത്തിൽ അവരുടെ അടുത്തോട്ടെടുത്ത് ചാടും. അവരെ എല്ലാം പഠിച്ച് അവരെല്ലാ വശങ്ങളിലൂടെയും കടന്നിട്ട് അവര് തിരിച്ച് ഇവനോട് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന് പൂർണ്ണമായൊരു മറുപടി പറയാൻ കഴിയാതെ അവൻ അവിടെ നിശബ്ദനാകുമ്പോ അവർ ജയിച്ചു, ഇവൻ തോറ്റു. ഇവിടെ അവർക്കെല്ലാം ഉത്തരം കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരെല്ലാവരും ഉണ്ട്, അവരെല്ലാം നിശബ്ദരായിരിക്കരുത്. കാരണം അവര് പഠിച്ച പഠനത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയ ഒരു അറിവുണ്ട്. എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിലെ അൽ-ബഖറ സൂറത്തിന്റെ അകത്ത് വളരെ വ്യക്തമായി തന്നെ ആ വിഷയം പറയുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ദൈവവചനങ്ങളായി കാണുന്ന പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് അൽ-ബഖറ എന്ന് പറയുന്ന സൂറത്ത് എടുത്ത് നോക്കുമ്പോൾ അത് തുടങ്ങുന്നത് തന്നെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്നും അലിഫ് ലാമ് മീമ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ചില സ്ഥലത്തുള്ള കാലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് അത് ഉദ്ദേശിച്ചിരിക്കണമെന്ന്. എങ്കിലും അലിഫുൽ ലാമും മീമി എന്നാണ് തുടക്കം. അപ്പൊ പലരോടും ഞാനും ചോദിച്ചിട്ടുണ്ട് ഈ അലിഫ് ലാം മീം എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. എങ്കിലും ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളെയും ചിന്തിച്ചപ്പോൾ ചില സൂഫി വാര്യന്മാരുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അലിഫ് എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹു എന്ന വാക്കിന്റെ ആദ്യ ഭാഗമാണ് അലിഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ലാം. ലാം എന്ന വാക്ക് പറയുന്നത് ജിബിരിൽ. ജിബിരിൽ എന്ന് പറയുന്ന വാക്കാണ്. മൂന്നാമത്തതാണ് മീൻ, മുഹമ്മദ്. അപ്പൊ അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാലിക്കൽ കിതാബു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദാലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇത് എന്നല്ല. ഇപ്പൊ എന്റെ കയ്യിൽ ഞാൻ പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് ഇത് പരിശുദ്ധ ഖുർആനാണ് എന്ന് ഞാൻ ഒരാളോട് എനിക്ക് പറയാം, ഇത് പരിശുദ്ധ ഖുർആനാണ്. പക്ഷെ ഖുർആൻ പറയുന്നു ദാലിക്കൽ കിതാബു എന്ന് പറയുമ്പോൾ ആ കിതാബ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോണേ. അപ്പൊ ആ കിതാബ് എന്ന് പറയുന്നത് ഏതാണ്? ഇത് നമ്മൾ ആശയക്കുഴപ്പത്തിലാക്കും. ആ കിതാബ് എന്ന് പറയുന്നത് ഈ കിതാബ് എന്നല്ലേ പറയേണ്ടത്. പിന്നെ ആ കിതാബ് എന്ന് പറയുന്നത് എന്തിനാണ്? ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് എഴുതാമല്ലോ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ. സൂക്ഷ്മത പാലിക്കുന്നവനിക്ക് നേർവഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്. ദാലിക്ക എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്തിനാണ്? അപ്പൊ അങ്ങനെ നമ്മൾ സംശയിക്കാൻ പോയി കഴിഞ്ഞാൽ സംശയങ്ങൾക്ക് ഒരു എത്തുംപിടുത്തവും കിട്ടൂല. പക്ഷെ സൂക്ഷ്മത പാലിക്കുന്നവനിക്ക് നേർവഴി കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥം എങ്ങനെ വന്നു? അലിഫ് ലാം മീം. അപ്പൊ സൂക്ഷ്മതയുള്ള മനുഷ്യനിക്ക് നേർവഴി കാണിക്കാനുള്ള കാര്യങ്ങൾ ഇതിന്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അള്ളാഹുവിൽ നിന്ന് ജിബീൽ വഴി മുഹമ്മദിലൂടെ എത്തിയ ഗ്രന്ഥം. അപ്പൊ ദാലിക്ക എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥം മനസ്സിലാവും. ആ അറിവ് ദാ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പൊ അലിഫ് ലാം മീം അള്ളാഹുവിൽ നിന്ന് ജിബീൽ വഴി മുഹമ്മദിലൂടെ എത്തിയ ഗ്രന്ഥം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതാണ്. അപ്പൊ സൂക്ഷ്മത പാലിക്കുന്നവർ, ആരാണ് സൂക്ഷ്മത പാലിക്കുന്നവര്? വീട്ടില് അച്ചടക്കത്തോടുകൂടി വിനയത്തോടുകൂടി തെറ്റൊന്നും ചെയ്യാതെ ഇരിക്കുന്നവനല്ല സൂക്ഷ്മത പാലിക്കുന്നവൻ. സൂക്ഷ്മമായി പരിശോധന നടത്തുന്നവൻ. ഈ ഗ്രന്ഥത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കാനുള്ള അറിവ് ഉള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സൂക്ഷ്മത പാലിക്കുന്നവനിക്ക് നേർവഴി കാണിച്ചു കൊടുക്കും. കാരണം ഇതിലെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കി ആ വ്യക്തതയോടുകൂടി അവനവന്റെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോയാൽ, കാരണം നമ്മൾ പല വിഷയങ്ങൾ പറയുമ്പോൾ ഉദാഹരണം പറയാറുണ്ടല്ലോ. ഏതെങ്കിലും കാര്യം പറയുമ്പോൾ ഒരു ഉദാഹരണം പറയും.
എന്താണ് ഒരു കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ഈ ഇന്ത്യൻ ഭരണഘടനാ ജീവിതത്തിൽ നമുക്ക് മൂസാനുഭവവും ഈസാനുഭവവും വാങ്ങാൻ കഴിയില്ല. ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വാളെടുക്കാനോ, നമ്മുടെ ഇഷ്ടത്തിന് ആരെങ്കിലും വെട്ടിക്കൊല്ലാനോ, നമ്മുടെ ഇഷ്ടത്തിന് പോയി എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറ്റുന്നൊരു കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്നവർ വിഡ്ഢികളാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആരെയും വെട്ടിക്കൊല്ലാനോ ആരെയും കൊലപ്പെടുത്താനോ ഒന്നുമല്ല. കാലഘട്ടത്തിന്റെ യുദ്ധങ്ങൾ ഒരു കാലത്ത് നടന്നു പോയിട്ടുണ്ട്. അത് ആ കാലത്ത് അനുവദനീയമായിരുന്നു. ഇന്നത് അനുവദനീയമല്ല. അപ്പൊ ഖുർആൻ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയിട്ട് അന്ന് റസൂൽ വാളെടുത്തിട്ടുണ്ടല്ലോ, അന്ന് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ അത് ആ കാലഘട്ടം വേറെയാണ്, ഇന്നത്തെ കാലഘട്ടം വേറെയാണ്. നമ്മളോട് വാളെടുക്കാനല്ല പറഞ്ഞത്. ഇന്നിവിടെ വാളെടുക്കാനും തോക്കെടുക്കാനും പോലീസുകാരുണ്ട്. നമ്മളെ സൂക്ഷിച്ച് ജീവിക്കാനാ പറഞ്ഞിട്ടുള്ള. ആ സൂക്ഷ്മതയിൽ നമുക്കൊരു മതമുണ്ടെങ്കിൽ ആ മതം മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളതല്ല, നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ അവസ്ഥകളെ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഒരു പള്ളിയിലെ ഏതോ ഒരു ബ്രദർ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇപ്പോ ഇങ്ങനെ യൂട്യൂബിൽ നിരന്തരം ഇങ്ങനെ കാണാൻ സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഇങ്ങനെ ഹദീസൊക്കെ കമ്പ്യൂട്ടറിൽ കൂടിയൊക്കെ കാണിച്ച് ഇങ്ങനെ ഭയങ്കര ലെവലിലിരുന്ന് കോട്ടൊക്കെ ഇട്ടിരുന്നുകൊണ്ട് ഭയങ്കര സ്റ്റൈലിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കാണുന്നുണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന കുറെ സ്ത്രീകളും പുരുഷന്മാരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. സത്യത്തിൽ ഇവരൊക്കെ വിഡ്ഢികളാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്തിനാണിത്? ഇത് സമ്പാദിച്ചത് കൊണ്ടിട്ട് ഇവർക്ക് എന്ത് നേട്ടമാണുള്ളത്? അയാളോട് യുദ്ധം വെട്ടാൻ പോകുന്ന ഇവനും അറിവുള്ളവനാകുന്നില്ല. പറഞ്ഞു കൊടുക്കുന്നതിന്റെ പേരിൽ അയാൾ ഒരു ഹീറോ ആയി മാറണം. വെറുതെ ഒരു ഭൗതിക ഹീറോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എല്ലായിടത്തും ജയിച്ചു, ഞാൻ വലിയ അറിവുള്ളവനായി എന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തുന്നു എന്ന് മാത്രമേ എനിക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ അതിനൊക്കെ മറുപടി പറയാൻ കഴിവുള്ള ആളുകളുണ്ട്. പക്ഷെ അവരെന്താ മറുപടി പറയാത്തതെന്ന് അറിയാമോ? കാരണം അവരുടെ ജീവിതത്തിലെ നന്മകളെ സൂക്ഷിക്കുന്നവരും ആരോടും യുദ്ധത്തിന് പോകാത്തവരും നമ്മുടെ നാവിനെ, കാരണം നമ്മളൊരു ഭക്ഷണം നല്ലൊരു സാധനം കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഈച്ചകൾ വരും, അത് സ്വാഭാവികമാണ്. അപ്പൊ എന്നതുപോലെ നമ്മളൊരു നന്മയിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഇത്തരം ഈച്ചകൾ ധാരാളം വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഒരു വലിയ തെളിവ് ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നോക്കിയ രാവിലെ ഈച്ചകളുടെ ശല്യം, രാത്രി കൊതുകിന്റെ ശല്യം. ഇതെങ്ങനെ പ്രകൃതിയുടെ. അപ്പൊ ഇരുട്ടാകാൻ തുടങ്ങുമ്പോൾ കൊതുക് വരാൻ തുടങ്ങും, വെളിച്ചമാകുമ്പോ ഈച്ച വരാൻ തുടങ്ങും. നമ്മുടെ സ്വഭാവമാണത്. നമ്മുടെ സ്വഭാവത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഈച്ചയും കൊതുകും. അപ്പൊ എന്താണെന്ന് ചോദിക്കും, എന്താ നമ്മുടെ പരിപാടി? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പുറത്തെന്താണ് ഇപ്പുറത്തെന്താണ്? ഈച്ചയുടെ സ്വഭാവം. കണ്ണപാത്രത്തിലൊക്കെ പോയി പറഞ്ഞിങ്ങനെ അതിന്റെ രുചി നോക്കുക എന്ന് പറഞ്ഞ പോലെ മനുഷ്യനൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് മറ്റുള്ളവന്റെ കുറ്റവും കുറവും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കും. അത് ഒരു വിഭാഗം ആൾക്കാരുടെ സ്വഭാവം. ഇനി അടുത്തൊരു വിഭാഗമുണ്ട്. അവര് രാത്രിയാകുമ്പോഴാണ് ചില ഞരമ്പ് രോഗികൾ, അതുപോലെ തന്നെ കള്ളന്മാര്, അങ്ങനെ പല ആൾക്കാരും ഇരുട്ടിലാണ് ഇറങ്ങുന്നത് മറ്റുള്ളവരുടെ ചോര കുടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ നമ്മുടെ നിഴല് പോലെ തന്നെയാണ് ഈ ഈച്ചയും കൊതുകും. നമ്മളുടെ സ്വഭാവങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ നമ്മുടെ മേത്ത് വന്ന് കുത്തി ചോര കുടിക്കും. പകല് നമ്മുടെ ഭക്ഷണത്തിൽ വന്ന് ഈച്ച. നമ്മുടെ സ്വഭാവത്തിലേക്ക് നോക്കിയാൽ മതി. ഞാൻ ഈ ഈച്ചയെ പോലെയാണോ, ഞാൻ ഈ കൊതുകിനെ പോലെയാണോ? ഇത് രണ്ടും നോക്കിയിട്ട് ഞാൻ എന്നെ നോക്കി ചിന്തിക്കണം. ഞാൻ ആരെങ്കിലും ചോര കുടിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും പാത്രത്തിലെ രുചി നോക്കാൻ പോകുന്നുണ്ടോ? അത് സത്യമാണെങ്കിൽ എന്റെ പാത്രത്തിലേക്ക് ഈച്ച വരില്ല. ഞാൻ നല്ലവനാണെങ്കിൽ എന്റെ പാത്രത്തിൽ ഈച്ച വരില്ല. എന്റെ മേത്തൊരു കൊതുകും കടിക്കില്ല. അതാണ് എന്റെ വിശ്വാസം. അപ്പൊ നമ്മളെ എത്രത്തോളം ക്ലിയർ ആക്കുന്നുവോ അത്രത്തോളം നമ്മളിൽ നിന്ന് ഇത്തരം ദുരാത്മാക്കൾ അകന്നു പോകും. അല്ലെങ്കിൽ അവനിലേക്ക് ഈ സാത്താന്മാരെ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും. അവനെ ഒസുവാസാക്കിക്കൊണ്ട്, അവനെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട്. കാരണം അവനിൽ നന്മയില്ലാത്തത് കൊണ്ടിട്ടാണ് അത് വരുന്നത്. അവരോട് യുദ്ധം വെട്ടാൻ പോകും. പ്രവാചകന്റെ കാലത്ത് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേട്ട് അറിഞ്ഞൊരു കാര്യമാണ്. അതിന്റെ പൂർണ്ണമായ ഒരു വ്യക്തത എനിക്കില്ല. ഇസ്രായേലിലേക്ക് ഒരു ദൂതനെ അയക്കുകയും ആ ദൂതൻ അവരുടെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറിപ്പോവുകയും തിരിച്ചു പോരുകയും ചെയ്ത ഒരു സന്ദർഭം. അപ്പൊ അറിവില്ലാത്ത ഒരുത്തൻ അവിടെ പോയതിന്റെയാണ് ആ പരാജയം. അപ്പൊ അവിടെയാണ് പ്രവാചകൻ പിന്നീട് തെരഞ്ഞെടുത്തത് അറിവുള്ള ആൾക്കൂട്ടത്തെ അറിവ് പകരാനായിട്ടും
അറിവില്ലാത്തവരെ യുദ്ധത്തിലേക്കും അക്കാലത്ത് അങ്ങനത്തെ ചില വിഷയങ്ങൾ വന്നപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആ കാലത്തിന്റെ ആവശ്യമായിരുന്നു. ഇന്നത്തെ കാലം അതല്ല. ഇന്നത്തെ കാലം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ജോലി ചെയ്ത് കുടുംബം നോക്കി സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കാം. അവരവർക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് അവരവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നല്ലാതെ മറ്റുള്ളവന്റെ തലയെ കൊണ്ട് അത് വെച്ചു കൊടുക്കുന്ന പരിപാടി അതാണ് ഇന്നോട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ തലയിൽ കൊണ്ടുപോയി വെക്കുന്ന ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു അൽ ബഖറ സൂറത്തിന്റെ അകത്ത്. ഈ അൽ ബഖറ സൂറത്തിന്റെ അകത്ത് പറയുകയാണ്, മനുഷ്യരിൽ ചിലരുണ്ട്, അവർ പറയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്, എങ്കിൽ അവൻ വിശ്വാസിയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഖുർആന്റെ മലയാള പരിഭാഷ എടുത്തിട്ട് അൽ ബഖറ സൂറത്ത് എടുത്തിട്ട് ഒരു പേജ് മറിച്ച് നോക്കിയാൽ അവിടെ എഴുതി വെച്ചിരിക്കണ കാണാം. മനുഷ്യരിൽ ചിലരുണ്ട്, അവർ പറയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്, എങ്കിൽ അവൻ വിശ്വാസി അല്ല. അപ്പൊ ഞാൻ പോലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അള്ളാഹുവിൽ വിശ്വസിക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഖുർആനിൽ മുഴുവനും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഏകനാണ്, അവനില്ലാതെ വേറൊരു ഇലാഹില്ല, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവന്റെ മുമ്പിലാണ് സുജൂദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ ഈ ഖുർആൻ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ പറയുകയാണ്, മനുഷ്യരിൽ ചിലരുണ്ട്, അവർ പറയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്, എങ്കിൽ അവൻ വിശ്വാസിയല്ല. അവന്റെ മനസ്സിൽ ഒരു രോഗമുണ്ട്, അവനോട് കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അവൻ പറയും ഞാൻ നാട്ടിൽ സൽക്കർമ്മങ്ങളല്ലേ ചെയ്യുന്നത് എന്ന് പറയും. അവരുടെ കണ്ണും കാതും ഞാൻ മുദ്ര വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് താക്കീത് നൽകിയാലും അവർ അനുസരിക്കുകയില്ല. ഇത് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ്? അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു വിഭാഗത്തിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അള്ളാഹു എന്ന് പേരും പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ശരിയല്ല എന്ന് ഖുർആനിൽ തന്നെ വ്യക്തമാക്കുന്നു. അപ്പൊ ശരിയായ ആൾക്കാരാരാണ്? ഖുർആൻ ഉദ്ദേശിച്ച ശരിയായ ആൾക്കാരാരാണെന്നും ശരിയല്ലാത്ത ആൾക്കാരാരാണെന്നും നമ്മൾ ഇനി പരിശോധിക്കണം. അപ്പൊ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവൻ വിശ്വാസിയല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥ വിശ്വാസി ആരാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ വിശ്വാസി ആരാണ്? എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നവൻ. അവിടെയാണ് ഈമാൻ കാര്യം എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. ഈമാൻ കാര്യം എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന്റെ മലക്കിൽ വിശ്വസിക്കുക, അവന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, അവരുടെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക, അതുപോലെ തന്നെ അവസാന കാലത്തിൽ വിശ്വസിക്കുക, നന്മയും തിന്മയും ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അപ്പൊ എന്തെല്ലാം വിശ്വാസങ്ങൾ വേണം ഒരാൾക്ക്. അപ്പൊ ആരെയും നമുക്ക് നിന്ദിക്കാൻ പറ്റൂല. നമുക്ക് പ്രബോധനം തന്നിരിക്കുന്ന ആളുകളെല്ലാവരുടെയും മതത്തിലേക്കല്ല. ഇപ്പൊ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഹിന്ദു ആണല്ലേ, അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ഹിന്ദു ആണല്ലേ. നമ്മൾ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നല്ല കാണേണ്ടത്. ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകളും ആ കാലഘട്ടത്തിന്റെ സാഹചര്യത്തിൽ വന്നുകൊണ്ട് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി സംസാരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രവാചകൻ മുഹമ്മദ് നബിയും വന്ന് സംസാരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ തല മറക്കണ കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് അസ്വസ്ഥത. ഇപ്പൊ തല മറക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ തല മറച്ചില്ലെങ്കിൽ അപ്പടിയാണ് ഇപ്പടിയാണ്, തല മറക്കണവൻ തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇവിടെ നിർമ്മലാനന്ദഗിരി തല മറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം ഒരു സന്യാസിയാണ്. അദ്ദേഹം തല കാവി കൊണ്ട് കെട്ടിവെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഏതൊരു സന്യാസിയെ നമ്മൾ നോക്കി അവർ തലമറച്ചിട്ടുണ്ടാവും. അപ്പൊ കന്യാസ്ത്രീകളെ നോക്കൂ, അവര് ഈ പർദ്ദ ഇട്ടുകൊണ്ട് തന്നെയല്ലേ അവരും നടക്കുന്നത്. അവരും തലമറച്ചുകൊണ്ട് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം മറക്കണം എന്നുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തിലാണ്, അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മളൊക്കെ ചോദിക്കും സ്ത്രീകൾ എന്തിനാ അടച്ചുപൂട്ടി നടക്കണമെന്ന്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ഭാര്യ, ഞാൻ ആരെയും ഇതാക്കാൻ പറയുന്നതല്ല, നമ്മളൊക്കെ സാധാരണ ഓരോ സ്വഭാവങ്ങളായിട്ട് കടന്നു വന്നവരാണല്ലോ. ഒരു സാരി ഉടുത്തു പോകുന്ന ഒരു പെണ്ണ്, അല്ലെങ്കിൽ ഒരു ചുരിദാർ ഇട്ടു പോകുന്ന പെണ്ണ്, ഇവരെല്ലാവരും അവരവരുടെ നഗ്നതയെ മറച്ചുകൊണ്ടാണ് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ശരീരത്തെ മറച്ചിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്.
പക്ഷെ അവരുടെ അവയവങ്ങളെല്ലാം വ്യക്തമാണ് അതിലൂടെ. അത് കണ്ട് ആസ്വദിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് പോയാൽ കാണാൻ പറ്റും. ഒരു കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ എല്ലാവരും അവരവരുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ മതി, നല്ലൊരു പരിശോധന നടത്തുക. അങ്ങനെ ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ അത്തരം സ്ത്രീകളെ ആകർഷണഭരിതമായി നോക്കുമ്പോൾ ആ ഒരു ആകർഷണ സ്വഭാവത്തിൽ നോക്കിപ്പോകാൻ കാരണം എന്താണ്? അപ്പോ എന്റെ ഭാര്യ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മറ്റൊരുത്തൻ അത് കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരനാണ്. ഇന്നിവിടെ നടക്കുന്ന സർവ്വ പീഡനങ്ങളും, ഇവിടെ എത്രയോ കേസുകൾ പോലീസ് പിടിച്ചു, എത്ര പീഡനങ്ങളെ ഇവിടെ പ്രതികളെ പിടിച്ച് ജയിലിലാക്കി, എന്നിട്ട് പീഡനങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഇതൊക്കെ കുറയാത്തതിന്റെ കാരണം എന്താണ്? ഇത്തരം സൂക്ഷ്മത. അല്ലാതെ ഒരു സ്ത്രീയെ അടച്ചു പൂട്ടിയിട്ട മതമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ സുരക്ഷിതത്വമാണ് ഉദ്ദേശിച്ചത്. ആരെയും പിന്നെ ചില ആൾക്കാർക്ക് വിവരമില്ലാതെ അവരവരുടെ കുടുംബങ്ങളിൽ എന്തൊക്കെയോ പുതിയ പുതിയ അറിവുകളൊക്കെ വെച്ചുകൊണ്ട് ജീവിച്ചു പോണവരുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എന്തോ ആ ഒരു എന്താ പറയാ അറിവിന്റെ കുടത്തിൽ മുങ്ങിപ്പോയ കുറെ ആൾക്കാർ എന്തൊക്കെയോ കാണിച്ച് എവിടെയൊക്കെയോ ജീവിക്കുന്നുണ്ട്. എല്ലാവരും അതിൽപ്പെട്ടവരല്ല. അപ്പൊ ഞാനീ പറഞ്ഞു വന്ന വിഷയത്തില് അള്ളാഹു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന എല്ലാം ഏകത്വമാണ്. ആ ഏകത്വത്തിലേക്ക് എത്തപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. കാരണം നമ്മളൊരു കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകനായിട്ടാണ് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഒരു കൂട്ടത്തോടുകൂടി നമുക്ക് യാത്രയാകാൻ പറ്റുന്നില്ല. കൂട്ടത്തോടുകൂടി മരണങ്ങൾ സംഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അവരവരുടേതായ കുഴിമാടങ്ങളാണ്. പിന്നെ ഈ കൊറോണ വന്ന സമയത്ത് കൂട്ടത്തോടുകൂടി കുറെ ആൾക്കാരെ കത്തിച്ചു കളഞ്ഞു. അതും പല ബന്ധങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഒരുമിച്ച് കത്തിയതൊക്കെ. ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ കാണുന്നില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനങ്ങൾ പരിശോധിക്കണം. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും പാതി മുറി അറിവ് വെച്ചുകൊണ്ട് ആരോടും യുദ്ധത്തിന് പോകരുത്. കാരണം അള്ളാഹു മാത്രമുള്ളൂ എന്ന് പറയുന്ന ഒരു മുസ്ലിം വിഭാഗമുണ്ട് ഈ നാട്ടിൽ. നമ്മൾ പരിശോധിച്ചാൽ അറിയാം ആരാണ് അവരെന്ന്. അവരാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. അവരാണ് ഈ ലോകത്തിന്റെ തീവ്രവാദികൾ. അള്ളാഹ് മാത്രമേ ഉള്ളൂ, അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ഞാൻ ജനിച്ചു വളർന്നത് അയ്യപ്പ ക്ഷേത്രത്തിന്റെ അരികിലാണ്. ആ ക്ഷേത്രത്തിൽ വിളക്ക് വെക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുൻപിട്ട് ഇറങ്ങിയ ഒരുത്തനാണ് ഞാൻ. എന്റെ വീട്ടില് അയ്യപ്പന്റെ രൂപം ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ വീട്ടില് കൃഷ്ണന്റെ രൂപമുണ്ട്. എന്റെ വീട്ടില് ഖുർആൻ ആയത്തുകളും അതുപോലെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ആരെയും നിന്ദിക്കുന്നത് ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാവരെയും മാനിക്കാനും സ്നേഹിക്കാനും പഠിക്കണം. എല്ലാവരും നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവരും ആരും പല സ്ഥലത്തുനിന്ന് വന്നതല്ല. എല്ലാവരും ഒരു ഏകത്വത്തിൽ നിന്ന് രൂപം പ്രാപിച്ചവരാണ്. സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം സഹോദരന്മാരാണെന്ന് തിരിച്ചറിയാൻ പഠിക്കുക. ജാതിയും മതമൊക്കെ ഓരോ മനുഷ്യന്റെ ഉള്ളിലെ എന്താ പറയാ ക്യാൻസറുകളാണ്. ജാതി മതമൊക്കെ പറഞ്ഞുകൊണ്ട് വർഗീയത സൃഷ്ടിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ്. അതിന് ലക്ഷ്യങ്ങൾ ആർക്കൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യനായി സാധാരണ രീതിയിൽ ജീവിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ഓരോ ആദർശങ്ങളുണ്ട്. ഇപ്പൊ എന്റെ അമ്മയെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സഹിക്കും, നിങ്ങളുടെ അമ്മയെ ചീത്ത വിളിച്ചാൽ നിങ്ങൾ സഹിക്കും എന്നതുപോലെ തന്നെയാണ് മതങ്ങൾ തമ്മിലുള്ള ഇത്തരം പോട്ടികളും. അപ്പൊ ബൈബിളിനെ തരം താഴ്ത്തുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, ഖുർആനെ തരം താഴ്ത്തുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ ഒന്നിനെയും തരം താഴ്ത്തണ്ട. ഇതൊക്കെ പറഞ്ഞു പോയവരെല്ലാവരും ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരാണ്. അവരോടുള്ള മാന്യതയാണ് നമ്മൾ പുലർത്തേണ്ടത്. അല്ലാണ്ട് ഇത് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ വരുന്ന ഇവിടെ കാഫിർ എന്ന് വിളിക്കുന്നു. എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത്? ഞാൻ ഇതിനെല്ലാം സംസാരിച്ചിട്ടുള്ള ഒരാളാണ് പല ആളുകളോട്. കുറെ ആളുകൾക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പരസ്പര സ്നേഹത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും അറിവുകളെയൊക്കെ അവരവരുടെ അറിവുകൾ അവരവരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ശാന്തിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാനായിട്ട് ശ്രമിക്കലാണ് ഏറ്റവും ഉത്തമം. അല്ലാണ്ട് നമ്മൾ പാതി അറിവ് വെച്ചുകൊണ്ട് പോകരുത്. ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ
അതിന്റെ തുടക്കം മുതൽ അവസാനം വരെയും വളരെ സമാധാനത്തിലിരുന്ന് പഠിക്കുകയും വളരെ സമാധാനത്തിൽ അതിൽ പഠിച്ച കാര്യങ്ങളിന്റെ അർത്ഥങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി എല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് എന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ട് അതും വെച്ച് തർക്കത്തിന് ഇറങ്ങരുത്. കാരണം എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തർക്കം നമുക്ക് പറഞ്ഞ കാര്യമല്ല. നമ്മൾ എന്തിനു തർക്കിക്കണം? 100 പവനും 1 ഏക്കർ സ്ഥലവും കാറും ഒക്കെ കൊടുത്തിട്ട് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ പലതരത്തിൽ അരങ്ങേറുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? ഇത് മതപരമായ വിഷയമാണ്. അപ്പൊ മതപരമല്ലാത്ത വിഷയങ്ങൾ കൂട്ടിക്കലർത്തി എല്ലാം കൂടി ഇങ്ങനെ സംയോജിപ്പിച്ച് ആവശ്യമില്ലാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഈ ലോകത്ത് സ്വയം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് അതിനൊക്കെ കാരണക്കാരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാതി അറിവുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലായി. പാതി അറിവ് വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ഒരു അറിവ് കിട്ടുകയും ആ അറിവിലൂടെ ജീവിക്കാൻ പഠിക്കുകയും അറിവ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടാവുകയൊക്കെ വേണം. അല്ലാതെ താൽക്കാലിക അറിവും വെച്ചുകൊണ്ട് ജീവിക്കലല്ല. ഞങ്ങളുടെ ഫാത്തിഹ സൂറത്ത് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫാത്തിഹ സൂറത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫാത്തിഹ സൂറത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ സൂറത്ത് ഏറ്റവും അധികം ആളുകൾ നമസ്കാരത്തിലും അല്ലാതെയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഫാത്തിഹ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷെ അതില് അവസാനം പറയുന്ന ഒരു ഭാഗം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഈ സിറാത്തൽ മുസ്തഖീം, ഇവിടെ സ്വർഗവും നരകമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഹസിക്കുന്നുണ്ട്. സ്വർഗത്തിൽ മദ്യമുണ്ട്, മദ്യം ഒഴുകുന്ന പുഴയുണ്ട്, ഹൂർലികളായ പെണ്ണുങ്ങളുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്, മാങ്ങാത്തുലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ നടത്തുന്നത്. ഇത് ആരും കണ്ടിട്ടില്ല, ആരും അവിടെ എത്തപ്പെട്ടിട്ടില്ല, പോയവരാരും വന്ന് ഇത് പറഞ്ഞിട്ടുമില്ല. ഒക്കെ ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫാത്തിഹ സൂറത്തിൽ പറയുന്നുണ്ട്, എന്നെ നേരായ ഒരു വഴിയിൽ ആക്കി തരണേ. ദൈവത്തിനോട് പറയുകയാണ്, എന്നെ നേരായ വഴിയിൽ ഒന്നാക്കി തരാൻ. സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിൽ എന്നെ ഒന്നാക്കി തരാൻ. സ്വർഗത്തിലേക്കാക്കി തരാനല്ല, അവിടെ ഉരുളിങ്ങളുടെ അടുത്താക്കി തരാനല്ല പറയണത്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, എനിക്കൊരു നേരായ വഴി കാണിച്ച. ഞാൻ അറിവില്ലാത്തവനാണ്, എന്റെ പ്രാർത്ഥനയാണ് നേരായ വഴി എനിക്ക് കാണിച്ച. എന്നിട്ട് രണ്ടാമത്തെ കാര്യം പറയാണ്, നീ ഇഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് എന്നെ ആക്കിത്ത. അല്ലാണ്ട് സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിലേക്ക് പോകാനല്ല ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് എന്നെ ആക്കിത്ത. നേരായ വഴി എനിക്ക് അവരിൽ നിന്നേ കിട്ടുള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? അതാണ് അള്ളാഹു, മലക്കുകൾ, അംബിയ, മുർസലികൾ. അപ്പോ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രബോധനവുമായി പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും നമുക്ക് അവരെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞണ്ട് കുഞ്ഞുങ്ങളെ പോലെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഇറങ്ങി വന്നിട്ടൊരു കാര്യമില്ല. ഇറങ്ങി വന്നാൽ അവർക്ക് കല്ലേറുള്ളൂ, അവർ പിടിച്ച് കുരിശിൽ തറക്കും. വേഗം കുരിശിൽ തറച്ചോളെ, ഒരിത്തിരി സമയം കൊടുക്കൂല. അങ്ങനത്തെ ഒരു കാലഘട്ടത്താണ് ജീവിക്കണം. അത് അവർക്കും അറിയാം. ഇന്നത്തെ കാലത്ത് അത് കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ലാന്ന്. കാരണം എത്ര കൊടുത്താലും സംശയമുള്ള ആൾക്കാരാണ് ഇന്ന് ഈ ലോകത്ത്. അപ്പൊ സംശയിക്കുന്നവനെ നമുക്ക് നേരെയാക്കാൻ പറ്റില്ല. കാരണം ഏത് രോഗത്തിനും മരുന്നുണ്ട്, സംശയം എന്നുള്ള രോഗത്തിനും മരുന്നില്ല. അതുകൊണ്ട് സംശയം പിടിപെട്ടവരാണ് ഇന്ന് ഏറ്റവും അധികം ഉള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഒരു പ്രവാചകൻ വന്നിട്ട് പോലും, ആ പ്രവാചകൻ ഒരു ദീൻ കൊടുത്തിട്ട് പോലും ആ ദീനിൽ നിന്ന് ഒരുപാട് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടായി. അപ്പൊ പ്രവാചകനിക്ക് പോലും ഒരു പൂർണ്ണമായ ഒരു മതം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ മുജാഹിദ് ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, ഖാദിയാനി ഉണ്ട്, തബ്ലീഗ് ഉണ്ട്, വഹാബിസും ഉണ്ട്. അങ്ങനെ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ എവിടുന്ന് വന്നു? അപ്പൊ പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ് എന്ന് പോലും ഇപ്പൊ മനസ്സിലാകാനില്ല. അപ്പൊ മുജാഹിദ് പറയണാണോ ശരി, വഹാബി പറയണാണോ ശരി, തബ്ലീഗ് പറയണാണോ ശരി, AP പറയണാണോ ശരി, EK പറയണാണോ ശരി, ആര് പറയണത് ശരിയാണെന്ന് സാധാരണക്കാരായ അറിവില്ലാത്ത ആൾക്കാർ ആശയക്കുഴപ്പത്തിലായി പോണേ. അപ്പൊ എല്ലാത്തിലേക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സമുദ്രത്തിന്റെ അടിയിൽപ്പെട്ട പോലെ പോകും. അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു സത്യമുണ്ടോ? നമ്മൾ സ്വയം ഒരു അന്വേഷണം നടത്തുക.
നമുക്ക് സ്വയം മനസ്സിലാകുന്ന, നമ്മുടെ മനസ്സിന് തൃപ്തി കിട്ടുന്നൊരു വഴി, ആ തൃപ്തിയുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു പോവുക. ദൈവമുണ്ടെങ്കിൽ നമ്മൾ വേറെ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, ആരും ഉപദ്രവിക്കാനൊന്നുമില്ല. നമുക്ക് തൃപ്തിയായ ഒരു കാര്യം, ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ ചെന്നാലും നമുക്ക് ഇഷ്ടമുള്ളൊരു ആഹാരമല്ലേ കഴിക്കാൻ പറ്റും. ഇഷ്ടപ്പെടാത്തൊരു ആഹാരം ആ ഹോട്ടലിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോരൂലേ. അപ്പൊ നമ്മുടെ മനസ്സിന്റെ തൃപ്തിക്ക് അനുയോജ്യമായ കാര്യം ഏതിൽ നിന്നാണോ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ ആസ്വദിക്കുക, അതനുഭവിക്കുക. ആ തൃപ്തിയാണ് ഏറ്റവും വലിയ സംതൃപ്തി. അതിനേക്കാൾ അപ്പുറത്ത് മറ്റൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സംവാദങ്ങൾ എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം അതിൽ നിന്ന് ആരും പൂർണ്ണനാകുന്നില്ല. ചോദിക്കുന്നവനും പൂർണ്ണനാകുന്നില്ല, ചോദിക്കപ്പെടുന്നവനും പൂർണ്ണനാകുന്നില്ല. എങ്ങും ഒരു പൂർണ്ണതയില്ലാത്ത, എന്താ പറയാ, നടുകടലിൽ പെട്ട പോലെ ഇങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലും കൺഫ്യൂഷനിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു സത്യം, നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് തന്ന ഒരു അറിവും, നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അറിവും, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയ അറിവും നമുക്ക് തൃപ്തിയാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് തൃപ്തിയാകുന്ന ഒരു കാര്യത്തെ നമ്മുടെ മനസ്സിന് എത്രത്തോളം തൃപ്തി കിട്ടുന്നുണ്ടോ ആ തൃപ്തിയുള്ള വഴി, അതാരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട. എടാ ഇതാണ് ശരിയെന്ന് ഒരുത്തനോടും പറയാൻ പോകണ്ട. ഇതെനിക്ക് ശരിയാണെന്ന് തോന്നിയാൽ എന്നിൽ അത് ഞാൻ സൂക്ഷിക്കുക, എന്റെ അലമാരിയിൽ അടച്ചു കൂട്ടുക, മറ്റുള്ളവനോടത് പറഞ്ഞു കൊടുക്കാതിരിക്കുക. കാരണം മറ്റുള്ളവരുടെ തലയിലേക്ക് അവനൊരു തൃപ്തി കിട്ടിയ വഴി കൂടി അവൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കും. ആരെയും ഒന്നിലേക്കും വലിച്ചിഴക്കരുതെന്നാണ്. അല്ലയോ നബിയെ, താങ്കൾ പറയുക അവരെ വലിച്ചിഴക്കരുത്, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്രബോധകനിക്ക് പ്രബോധനം പറയാം, പക്ഷെ ആരെയും വലിച്ചിഴക്കരുത് എന്നാണ് പറയണത്. പക്ഷെ ഇവിടെ കുറെ ആൾക്കാർ സംവാദത്തിനിറങ്ങി, വലിയ ഹീറോക്കളായിക്കൊണ്ട് സംവാദത്തിനിറങ്ങി. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മുസ്ലിം ആകുമോ, ഇങ്ങനെ പറഞ്ഞാൽ മുസ്ലിം ആകുമോ എന്നൊക്കെ ചോദിച്ചു കുറെ എണ്ണങ്ങൾ വന്നു. ഒന്നിനെ ഇപ്പൊ കാണാനില്ല. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓരോ മനുഷ്യരും പല ആശയങ്ങളിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം അവരവരുടെ പ്രവാചകന്മാരുടെ പാരമ്പര്യ രീതികളാണ് ഓരോരുത്തർ പിന്തുടർന്നു പോണത്. എല്ലാവർക്കും അവരവരുടെ കുടുംബം വലുതാണെന്ന് പറഞ്ഞ പോലെ അവരവരുടെ മതവും വലുതാണ്. എല്ലാത്തിനെയും മാനിച്ചുകൊണ്ട് സംവാദങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി മനുഷ്യർ പരസ്പരം സാഹോദര്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ പരിശ്രമിക്കുക. കാരണം നിങ്ങൾ ഏത് മതത്തിലായാലും ഏത് തർക്കം നടത്തിയാലും, ഞാൻ പറയുന്നു യാസീൻ എന്ന് പറയുന്ന സൂറത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ സത്യം, നിങ്ങൾ എത്ര തർക്കം നടത്തിയാലും ഒരിക്കൽ നിങ്ങൾ എന്നിലേക്ക് തന്നെ മടക്കപ്പെടും, നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ. ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോരേണ്ടി വരും. കാരണം നിങ്ങൾ ഈ കാണിക്കുന്ന എല്ലാ അഭ്യാസത്തിന്റെയും ഉടമസ്ഥൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശ്വാസമാണ്. ആ ശ്വാസം നിലച്ചാൽ നിങ്ങൾക്ക് സംവാദങ്ങളില്ല, നിങ്ങൾക്ക് മതമില്ല, നിങ്ങൾക്ക് തർക്കമില്ല, ഒന്നുമില്ല, കുടുംബങ്ങളില്ല, ബന്ധങ്ങളില്ല, എല്ലാം പോയി. ഇനിയിപ്പോ നിങ്ങൾ എത്തപ്പെടാൻ പോകുന്ന സത്യം ഏതാണെന്ന് ഈ കാണുന്ന ആർക്കും അറിയില്ല. അവൻ കൊണ്ടുപോയി പള്ളിക്കാട്ടി കുഴിച്ചിട്ടു, അവൻ അവന്റെ വിശ്വാസത്തിൽ നിന്ന് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തു. പക്ഷേ ഇതിനൊരു ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവാണ് യാഥാർത്ഥ്യം തിരിച്ചറിയണത്. ആത്മാവാണ് അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇത് നമ്മളാരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇനി നമ്മൾ മരണപ്പെടുമ്പോഴേ നമുക്കത് ബോധ്യപ്പെടണം. അപ്പൊ ബോധ്യപ്പെടാത്ത കാര്യങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് വെറുതെ തമ്മി തല്ലി ചാകേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവനവനിക്ക് മനസ്സിലാകുന്ന ഒരു വലിയ സത്യത്തെ തിരിച്ചറിയുക. കാരണം ഒരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കണേണ്. പറഞ്ഞ് എവിടെയൊക്കെയോ കാട് കയറിപ്പോയി, സങ്കടം കൊണ്ട് പറഞ്ഞു പോണതാണ്. നമുക്കൊക്കെ മക്കളുണ്ട്, അവരും ഇതൊക്കെ കണ്ടുകൊണ്ടല്ലേ വളർന്നു വരുന്നത്. നാളെ അവരെന്തായി തീരുമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. ഇന്ന് നമ്മൾ പറയുന്നത് ശരിയിലാകണമെന്നില്ല അവര് ചിലപ്പോൾ എത്തപ്പെടുന്നത്. അപ്പൊ ഞാനൊരു വിഷയം പറയണേണ്. ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു അറിവ്, എൻ്റെ ഒരു ഗുരുവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു അറിവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കല്യാണം, ഒരു വീട്ടിലൊരു പെൺകുട്ടി ഉണ്ട്, ആ പെൺകുട്ടിക്ക് ഒരു കല്യാണം വരിക. ആ കല്യാണത്തിന്റെ നമുക്ക് തുടക്കം മുതലേ നമ്മളൊന്ന് പരിശോധിക്കാം. ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണം, അവൾ വളർന്നു, അവളുടെ രക്ഷിതാക്കളെ ചിന്തിച്ചു, അവൾ പ്രായപൂർത്തിയെത്തി,
അവളുടെ പഠനം ഏകദേശമായി. ഇനി അവൾക്ക് നല്ലൊരു പുരുഷൻ വേണം. അയാളൊരു ബ്രോക്കറെ സമീപിച്ചു. നല്ല കുടുംബത്തിൽ നിന്ന് ആലോചന. അങ്ങനെ പല ആലോചനകളും വന്നു. അങ്ങനെ ആ കല്യാണം ഉറപ്പിച്ചു. കല്യാണ ലെറ്റർ അടിക്കല്, കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങള്, വീട് വൈറ്റ് വാഷ് ചെയ്യാൻ ആൾക്കാർ, വീട്ടില് കല്യാണവുമായി ബന്ധപ്പെട്ട് ചോറ് വെക്കാനായിട്ട് പാചകക്കാര, അനേകം ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ക്ഷണനം. അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി. ആ ഒരു ദിവസം വന്നെത്തുമ്പോൾ ആ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട ധാരാളം ആൾക്കാർ, സുഹൃത്തുക്കൾ, അതിൽ ജാതി മതമില്ലാത്ത എല്ലാ ആൾക്കാരും, ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കാർ, പന്തലിട്ടതിന്റെ ആൾക്കാർ, മൈക്ക് സെറ്റിന്റെ ആൾക്കാർ, അങ്ങനെ എല്ലാ ആളുകളും അവിടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ആണിനെയും പെണ്ണിനെയും ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നത്. അതിന് എത്ര പേര് സാക്ഷികളായിട്ടുണ്ട്? വീട് വൈറ്റ് വാഷ് ചെയ്യാൻ വന്നവര്, കല്യാണ ലെറ്റർ അടിച്ച ആൾക്കാർ, അവിടെ പന്തലിട്ട ആൾക്കാർ, ചോറ് വെച്ച ആൾക്കാർ, ക്ഷണിക്കപ്പെട്ടതിന്റെ പേരിൽ വീട്ടിലേക്ക് എത്തപ്പെട്ട ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആളുകൾ സമ്മേളിച്ചത് ഒരാണും പെണ്ണും ഒന്നാവാൻ വേണ്ടി മാത്രമാണ്. അതിനാണ് ഇത്രയും ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയത്. അപ്പൊ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുമ്പോൾ ആ ഒരു മുറിക്കുള്ളിൽ കയറി അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒരാണും പെണ്ണും, പരിചയമില്ലാത്ത ഒരാണും പെണ്ണും ഒരു മുറിക്കുള്ളിൽ കയറി വാതിൽ പൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ സമ്മേളിച്ചത്. ഇത്രയും ആളുകൾ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചോറിന്റെ രുചിക്കുറവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചോറ് അസ്ഥലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, പെണ്ണിന്റെ വസ്ത്രത്തിന്റെ കളറ് പോരാന്ന് പറഞ്ഞിട്ടുണ്ടാവും, സ്വർണം പോരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള, ചിലപ്പോൾ ബന്ധുമിത്രാദികൾ പരസ്പരം അവിടെ വെച്ച് ആദ്യമായിട്ട് കണ്ടുകിട്ടുമ്പോൾ അവരുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഇതിൽ നടന്നിട്ടുണ്ടാവാം. പന്തല് പോരാന്ന് പറഞ്ഞവരുണ്ടാകാം, ചെക്കന്റെ ഡ്രസ്സ് മോശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തമ്മിൽ മാച്ചല്ല എന്ന് പറഞ്ഞവരുണ്ടാകാം. അങ്ങനെ പല ആൾക്കാരും പലതും പറഞ്ഞുകൊണ്ട് ഒരാണും പെണ്ണിനെയും ഒരു മുറിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അരങ്ങേറിയത്. ഇതിനാണ് രക്ഷിതാക്കള് ഇത്രയും ആൾക്കാർ ക്ഷണിച്ചു കൂട്ടിയത്. ഇവര് പറഞ്ഞു കൂട്ടിയ കഥകളൊന്നും ആരും അറിഞ്ഞിട്ടില്ലാതെ അവരവർക്കിടയിലൂടെ കടന്നങ്ങ് പോയി. എല്ലാം കേൾക്കാതെ ഒരാണും പെണ്ണും ഒരു മുറിയുടെ അകത്ത് കയറി വാതിലും അടിച്ചു കൂട്ടി. ആ മുറിയിലെ രഹസ്യം അത് അവര് മാത്രമേ അറിയുന്നുള്ളൂ. ഇവിടെ വന്നുപോയവരാരും ആ മുറിയിലെ രഹസ്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. അപ്പൊ അത് അവര് മാത്രമേ അറിയുന്നുള്ളൂ. എന്നതുപോലെ ഈ സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ പലതും ആസ്വദിച്ച് ജീവിക്കുന്നത് നമ്മളും ഒരു മുറിയുടെ അകത്ത് കയറി വാതിൽ കൂട്ടാനാണ്. ആ മുറിക്കുള്ളിലെ രഹസ്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. ആ മുറിക്കുള്ളിലെ രഹസ്യം നമ്മൾ മാത്രം ആസ്വദിക്കാനുള്ളതാണ് അനുഭവിക്കുന്നത്. അത് മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ എന്നുള്ളത് അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ അത് മിഥ്യ അല്ലാതെ ആയിപ്പോയാൽ നമ്മൾ ആകെ വിഷമത്തിലായിപ്പോവും. അതുകൊണ്ട് മനസ്സിലാക്കിയ നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആരോട് മോശത്തിലാക്കാതിരിക്കുക, ആരോടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് തർക്കിക്കാൻ പോകാതിരിക്കുക, നമുക്ക് മനസ്സിലായ ഒരു സത്യത്തിലൂടെ യാത്ര ചെയ്യുക. അത് ആരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. വിശ്വാസം എല്ലാവർക്കും വലുതാണ്. എല്ലാ വിശ്വാസങ്ങളെയും മാനിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളം നേരുന്നു. സ്നേഹപൂർവ്വം ഷാജി.